വാജിവാഹന കൈമാറ്റത്തിൽ തന്ത്രിയെയും UDF നിയമിച്ച ബോർഡിനെയും വെട്ടിലാക്കി ദേവസ്വം ബോർഡിന്റെ മുൻ ഉത്തരവ്. ക്ഷേത്രവസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്ന 2012 ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ചട്ടങ്ങൾ ലംഘിച്ച് വാജിവാഹനം കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. വാജിവാഹനം തനിക്ക് അവകാശപ്പെട്ടതെന്ന് തന്ത്രി പറഞ്ഞിരുന്നതായി മുന്നംഗം അജയ് തറയിൽ പ്രതികരിച്ചു. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ SIT നടപടിക്കെതിരെ തന്ത്രി സമാജവും തന്ത്രിയെ അനുകൂലിക്കുന്നവരും ഉന്നയിക്കുന്ന പ്രധാന വാദം ഇതാണ്. എന്നാൽ 2012 ഓഗസ്റ്റ് 8-ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇറക്കിയ ഈ ഉത്തരവ് കാണുക. ഉത്തരവ് പ്രകാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വം സ്വത്തായി നിലനിർത്തേണ്ടതാണെന്ന് ഉത്തരവിൽ വ്യക്തമാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് വാജിവാഹനത്തിന്റെ ഉടമ. അങ്ങനെയെങ്കിൽ 2017-ൽ UDF കാലത്തെ ബോർഡ് എങ്ങനെയാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അന്നത്തെ ബോർഡംഗം അജയ് തറയിൽ തന്നെ രംഗത്തെത്തി. അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. അത് വാങ്ങിവെക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. തന്ത്രിക്ക് കൊടുക്കാതെ അത് വാങ്ങിവെച്ച് അതൊരു പിടിവലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞു കൊടുത്തു. പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് ദേവസ്വങ്ങളിൽ. തന്ത്രി അവകാശം ഉന്നയിച്ചതുകൊണ്ടാണ് വാജിവാഹനം കൈമാറിയതെന്നാണ് അന്നത്തെ ബോർഡംഗം അജയ് തറയിൽ പറയാതെ പറയുന്നത്. ആചാരപ്രകാരമാണ് കൈമാറ്റം നടന്നതെന്നും ഉത്തരവിന്റെ കാര്യം അറിയില്ലായിരുന്നെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDFും കോൺഗ്രസും കൂടി പ്രതിരോധത്തിലാവുകയാണ്. എന്തെങ്കിലും അന്വേഷിക്കട്ടെന്ന് 50 കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറ. ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ള കൂടി അന്വേഷിക്കാൻ പറ. അപ്പോൾ ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ. അതായിക്കോട്ടെ. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അപ്പൊ അതിനെ രാഷ്ട്രീയവൽക്കരിക്കൊന്നും വേണ്ട. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്നത് കോൺഗ്രസിനെതിരായ ആയുധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് UDF കാലത്തെ ബോർഡിനെ കൊടുക്കുന്ന ഉത്തരവ് പുറത്തുവന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചു. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാഫലമാണ് മുദ്രവച്ച കവറിൽ കൈമാറിയത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗവും CPIM പ്രതിനിധിയുമായ N വിജയകുമാറിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.